السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഇവിടുത്തെ മുദരിസ് ഉസ്താദ്, അതുപോലെ ഖതീബ് ഉസ്താദ്, ആദം ഹസൻ ഉസ്താദ്, ഖാസിം സഖാഫി ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള എല്ലാ ഉലമാക്കൾ, അതുപോലെ നാട്ടു നേതാക്കന്മാർ, മുത്തഅല്ലിമീങ്ങൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ കൂറത്തങ്ങൾ അടക്കമുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ വലിയ മഹാന്മാർ, പണ്ഡിതന്മാർ, അവരോടുകൂടെ ജന്നാത്തു നഈമിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, സദസ്സ് മജ്ലിസൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി. കാരണം മഹാനായ കൂറത്തങ്ങൾ നമ്മളെ നാട്ടിൽ കുറേ കാലം ഖാദിയായി നമുക്ക് നേതൃത്വം വഹിക്കുകയും ആ മഹാനവറുകൾ നഷ്ടപ്പെട്ട ആ സങ്കടത്തിൻ്റെ പേരിൽ നമ്മളെ കൊണ്ട് ആ മഹാനവറുകൾക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്ന നിലക്ക് ആ മഹാനവറുകളുടെ പേരിൽ നടത്തുന്ന ഈ അനുസ്മരണ പരിപാടിയിലെങ്കിലും കൂടി ആ മഹാനവറുകളുടെ ബർക്കത്ത് കരസ്ഥമാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് അൽഹംദുലില്ലാഹ് ജമാഅത്തിൻ്റെ മുഴുവനും വ്യക്തികൾ ഇവിടെ കൂടിയ നിലക്കാണ് കാണുന്നത്. അതുപോലെ നേരത്തെ നമ്മളെ സെക്രട്ടറി അവർകൾ പറഞ്ഞു, പെണ്ണുങ്ങളും അതുപോലെ നിറഞ്ഞ് സ്ഥലമില്ല, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ആ മഹാന്മാരുടെ ബർക്കത്തും പൊരുത്തവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ കൂറത്തങ്ങളും ഞാനുമായുള്ള ഒരു ബന്ധം അത് മഹാനവറുകളുടെ നായിബ് ഖാദിയായതിന് ശേഷമുള്ള ബന്ധമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാനവറുകളുമായുള്ള ആ ബന്ധവും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ആ നേതൃത്വവും ഒരു സ്വീകരിച്ച ഒരു വ്യക്തി, അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഈ പാവപ്പെട്ട ഞാൻ. അൽഹംദുലില്ലാഹ്, നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒന്നു മാത്രം, അള്ളാഹുവിനെ നമ്മളൊക്കെ സ്തുതിക്കുക. ആര് എന്ത് പറഞ്ഞാലും ഏത് നിലക്ക് തെറ്റിദ്ധാരണ വിചാരിച്ചാലും മഹാനായ കൂറത്തങ്ങൾക്ക് ഒരു വിശേഷതയുണ്ട്. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ നിൽക്കാൻ തുർക്കലിക്ക ജമാഅത്തുകാരായ നമുക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളത് അത് നമുക്ക് ചെയ്ത വലിയ ഒരു നിഅമത്താണ്. അല്ലാഹു തആല നമുക്ക് നാളെ മഹ്ശറയിൽ വെച്ച് നമ്മളൊക്കെ കങ്കാലായി
ആരുമില്ലാതെ വെപ്രാളത്തിൽ അങ്ങ് നമ്മളൊക്കെ പെടക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഒരു ഭാഗത്ത് നമ്മൾ സ്നേഹിച്ച നേതാക്കന്മാർ, നമ്മൾ ആദരിച്ച ബഹുമാനിച്ച നമ്മുടെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, അവർക്ക് നമ്മളെ കൈപിടിച്ചു പോകുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത്, തുർക്കലിക്ക ജമാഅത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് ചെറിയ ഒരു മഹല്ലല്ല. നമ്മളെ ബെൽത്തങ്കാടി താലൂക്കിൽ തന്നെ വലിയ പാരമ്പര്യമുള്ള ഒരു മഹല്ലാണ് തുർക്കലിക്ക. മഹാനായ താജുൽ ഉലമ അങ്ങേറ്റം സ്നേഹിച്ച, അത് മാത്രമല്ല താജുൽ ഉലമയുടെ പുത്രനായ നമുക്കൊക്കെ ഏൽപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ അടക്കം നമ്മളെ തുർക്കലിക്ക നല്ല നിലക്കാകണം, നല്ല ഒരു അവസ്ഥ അവിടെ കാണണം എന്നും പലപ്പോഴും പറയുകയും അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ് മഹാനായ കൂറത്തങ്ങൾ. ഞാൻ വളരെ ഗൗരവത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു വരുന്നത് ഏതുവരെന്ന് വെച്ചെങ്കിൽ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ലോകത്തിലുള്ള മുഴുവനും മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തിറാസിൽ വെച്ച് തൂക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനോട് ലോക മുഅ്മിനീങ്ങളുടെ ഈമാൻ അടുക്കുകയില്ല. യഥാർത്ഥത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് വലിയ ഒരു നിസ്കാരക്കാരനല്ല. നിസ്കരിക്കാത്ത ആളെന്ന് തെറ്റിദ്ധാരണ വിചാരിക്കണ്ട. വലിയ നിസ്കാരക്കാരനല്ല, അല്ല ഒരുപാട് സുന്നത്ത് നോമ്പുകളുമായി കഴിയുന്ന ആളല്ല, 24 മണിക്കൂർ ഇബാദത്തിൽ കഴിയുന്ന ആളല്ല, ഒരുപാട് ഹജ്ജ് ചെയ്ത ആളല്ല, ഒരുപാട് ഉംറ ചെയ്ത ആളല്ല. അതിനേക്കാൾ ഹജ്ജും ഉംറയും ഇബാദത്തൊക്കെ ചെയ്ത വ്യക്തികള് നൂറല്ല കോടിക്കണക്കിൽ ദുനിയാവിലുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാനും ലോക മുഅ്മിനീങ്ങളുടെ ഈമാനും ഒരു തിറാസിൽ വെച്ചാൽ അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനോട് അടുക്കുകയില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത് കണ്ടില്ലേ? എന്താണ് കാരണം? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയ്യിൽ കൽബിൽ എന്തോ ഒരു വസ്തുവുണ്ട്. ആർക്കുമില്ലാത്ത ഒരു വസ്തു, ഒരു വിശേഷത ആരെ കയ്യിലുണ്ട്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയ്യിലുണ്ട് എന്നതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. ആർക്കുമില്ലാത്ത ഒരു വിശേഷത ആരെ കയ്യിലുണ്ട്? മഹാനായ കൂറത്തങ്ങളെ കയ്യിലുണ്ട്. കാണുമ്പോൾ വലിയൊരു പണ്ഡിതനായി ഒന്നും നമുക്ക് കാണുന്നില്ല, കാണുമ്പോൾ വലിയ ഐബത്തൊന്നും നമുക്ക് കാണുന്നില്ല, കാണുമ്പോൾ വലിയ നീളത്താടി ഒന്നും നമുക്ക് കാണുന്നില്ല, കാണുമ്പോൾ വലിയ തലകെട്ടൊന്നും കാണുന്നില്ല. ഒരു സിമ്പിള് മനുഷ്യനെ പോലെ ജീവിക്കുന്ന മഹാനായ കൂറത്തങ്ങളെ കയ്യിൽ എന്തുണ്ട്? നമ്മൾക്കറിയാത്ത ഒരു വിശേഷതയുണ്ട്. അതാണ് നമ്മളെ മുഅ്മിനീങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പറയുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ പറയാനുണ്ട്. മുഅ്മിനീങ്ങൾ അത് കറാമത്ത ബഹുമാനം എന്ന നിലക്കൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കില്ലാത്ത ഒരു വിശേഷതകൾ വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങള് ആദ്യകാലം, അതായത് കൂറത്തങ്ങൾക്ക് ഒരു വിശേഷത നൽകി ജനങ്ങൾ തിരക്ക് കൂട്ടി മഹാനാവറുകളെ കിട്ടാത്ത ഒരു സമയമുണ്ടായിരുന്നു, കാണാനും കൊതിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. മഹാനായ കൂറത്തങ്ങളുടെ തുടക്ക സമയം ലക്ഷക്കണക്കിൽ ആയിരക്കണക്കിൽ ജനങ്ങൾ പോയി തങ്ങൾ കിട്ടാതെ മടങ്ങി വന്ന ചരിത്രങ്ങള് എത്രയോ ഉണ്ട്. ആ സമയത്ത് എന്റെ ഒരു സുഹൃത്താണ് റിയാദിൽ വെച്ച് റയീസ്കോ അബൂബക്കർ, ഞാൻ ഇത് പേരൊക്കെ പറയുന്നത് എന്തിനറിയോ? ഇനി പേര് പറയാതെ പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളൊക്കെ പറയും അത് എവിടെയാണെന്ന് കാണിച്ചു തരി, എന്നെ അതങ്ങനെ കാണിച്ചു തരി, ഇങ്ങനെ കാണിച്ചു തരിയൊക്കെ. അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന നിലക്കാണ് പേരടക്കം ഞാൻ പറയുന്നത്. ഇനി വേണമെങ്കിൽ അയാൾ അയാത്തിലുണ്ട്, അയാൾക്ക് കിട്ടിയ അനുഭവം അയാത്തിലുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട റയീസ്കോ അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഗൾഫില് നാഷണൽ KCF-ന്റെ പ്രസിഡന്റാണ്. മഹാനവറുകൾ ഞാനും വലിയ അടുപ്പുള്ള ആളാണ്. അങ്ങനെ മഹാനവറുകൾ എന്നോട് പറഞ്ഞു, തങ്ങളും നിങ്ങളുമായി വലിയ അടുപ്പുണ്ടല്ലോ, എന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു നിലക്ക് ഗൾഫിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം.
അങ്ങനെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച് വേണ്ട പോലെ ഞാൻ അതിന് വേണ്ടി ഒരുപാട് നിർബന്ധിച്ച് വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ റിയാദിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ റൈസ്കോ അബൂബക്കർ ഹാജി കൂറത്തങ്ങളെ കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളവർകളെ, എനിക്ക് ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്, എനിക്കൊരുപാട് മക്കള് വേണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഡാക്ടർമാർ തീരുമാനമെടുത്തു, ഇനി നിങ്ങൾക്ക് മക്കളില്ല എന്നുള്ളൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു ചിരിച്ചിട്ട്, അത് ഡാക്ടർമാരൊന്നും അല്ലല്ലോ, അത് ഡാക്ടർമാരൊന്നും അല്ല, അല്ല നിങ്ങൾക്ക് മക്കൾ തരുമെന്ന് പറഞ്ഞ് അവിടെയാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങള് വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയും മുഅ്മിനീങ്ങൾ അല്പസമയം കഴിയുമ്പോൾ മഹാനായ കൂറത്തങ്ങളുടെ ആ വെള്ളത്തിന്റെ ബർക്കത്ത് കൊണ്ട് അബൂബക്കർ ഹാജിയുടെ ഭാര്യ ഗർഭിണിയായി. അതിൽ ജനിച്ച ഒരു കുട്ടിയാണ് ഇന്നും ജീവിച്ചിട്ടുണ്ട്, അനസ് എന്ന് പറയുന്ന ഒരു മോൻ. അനസ് എന്ന് പറയുന്ന ഒരു മോൻ. ഇത് ഞാൻ പേര് നാടൊക്കെ പറയുന്നത് എന്തിനറിയോ? ഇനി സലഫികൾക്ക് അതൊരു തലവേദന വേണ്ട. അത് എവിടെ പറഞ്ഞു, അത് എവിടെ ഉണ്ട് നമുക്ക് കാണിച്ചു തരാൻ ഇപ്പൊ സമയമില്ല. അതിനുള്ള വേദിയിലേക്ക് വിളിച്ചാൽ അവർ വരുന്നുമില്ല. പറയാൻ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന നിലക്കാണ് ഞാൻ ഇത് പറയുന്നത്. അങ്ങനെയുള്ള ഒന്നല്ല, ആയിരക്കണക്കിനുള്ള അനുഭവങ്ങൾ നമ്മളെ കണ്ണുകൊണ്ട് നമ്മളൊക്കെ കണ്ടവരാണ്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു വിശേഷതകൾ മഹാനായ കൂറത്തങ്ങൾക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും വലിയ ബഹുമാനമുള്ള വെള്ളമാണ് സംസം വെള്ളം. സംസം വെള്ളം എത്താത്ത സ്ഥലം ഒന്നുമില്ല. അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും കനഡയിലേക്കും എല്ലാ ഭാഗത്തും സംസം വെള്ളം എത്തിപ്പോയി. എങ്കിൽ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ മന്ത്രിച്ച വെള്ളത്തിന്റെ ആ ബഹുമാനം കണ്ടില്ലേ? ഇതിന്റെ ഇടയിൽ ലണ്ടനിൽ വെച്ച് ഒരു വ്യക്തി എന്നോട് സങ്കടം പറഞ്ഞു, ദ്വാരിക്കാൻ പറയുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞത്, എനിക്ക് വയറുവേദന സമയത്ത് എന്റെ വയറുവേദന കുറഞ്ഞു കിട്ടിയത് മഹാനായ കൂറത്തങ്ങളെ വെള്ളം എന്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ രാത്രി മുഴുവനും ഖത്മുൽ ഖുർആൻ ഓതി മന്ത്രിച്ചാലും നമ്മളെ വെള്ളം കൊണ്ടാൻ ആളില്ല. കാരണം എന്തേ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കില്ലാത്ത ഒരു വിശേഷതകള് അല്ലാഹു തആല മഹാനായ കൂറത്തങ്ങൾക്ക് അല്ലാഹ് കൊടുത്തു. അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ദീർഘദൃഷ്ടി കൊണ്ടാണ് മനസ്സിലാക്കിയത്. താജുൽ ഉലമ അന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാനടക്കം ചിന്തിച്ചു പോയത് അങ്ങനെയാണ്. പടച്ചോനെ, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ നേതാക്കന്മാരുണ്ട്, വലിയ വലിയ ഖാലിമാറുണ്ട്. ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു തന്നത്? പക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലായത് പിന്നെ മഹാനവറുകൾ ഓരോരോ മഹലില് പോയി ഓരോരോ ജമാഅത്തിന്റെ നേതൃത്വവും അവിടെ പരിഹരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അപ്പോഴാണ് മനസ്സിലായത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ കൂറത്തങ്ങളെ കയ്യിൽ അന്ന് തന്നെ ആ വിശേഷതകൾ കണ്ടു. അങ്ങനെയുള്ള വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു നേതൃത്വമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട്. ഇനി ആ മുഖം നമുക്ക് കാണാനില്ല, ഇനി ആ നേതൃത്വം നമുക്കില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വയറുവേദന വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും മാരകമായ രോഗം വരുമ്പോൾ നമ്മൾ ആദ്യമായി എത്തുന്നത് മഹാനായ കൂറത്തങ്ങളുടെ അടുത്തേക്കാണ്. അതിനുള്ള പരിഹാരങ്ങൾ കണ്ടിരുന്നു, പക്ഷേ ഇനി നമുക്കില്ല. അങ്ങനെയുള്ള ഒരു യാത്രയാണ് മഹാനവർകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞത്. മിനിങ്ങളെ മനസ്സിലാക്കണം, ചെറിയ യാത്ര ഒന്നുമല്ല. ഞാൻ ഉംറക്ക് പോയി വന്നതിന് ശേഷം എന്റെ ഭാര്യ അവിടത്തേക്ക് പോയിരുന്നില്ല. അങ്ങനെ ഞാൻ ഭാര്യനെ കൂട്ടി ആ വീട്ടിലേക്ക് പോയപ്പോൾ തങ്ങളുടെ ഭാര്യ ഒരു സംഭവം പറഞ്ഞപ്പോൾ എന്റെ കൽബ് പൊട്ടിപ്പോയി. എന്താണ് സംഭവം പറഞ്ഞത്? മഹാനവർകൾ പ്രഭാത സമയത്ത് ഭാര്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഭാര്യ, നിങ്ങൾ ബുർക്ക ധരിക്കണം, നിങ്ങൾ ബുർക്ക ധരിക്കണം, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജാളും മുറ്റത്തൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞ്, എന്താ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്? ആരാളും കാണുന്നില്ലല്ലേ, പിന്നെ നിനാണ് ബുർക്ക ധരിക്കുന്നത്? അപ്പൊ രണ്ടാമത്തെ തവണ പറഞ്ഞു, മൂന്നാമത്തെ തവണ ഗാംഭീര്യമായ നിലക്ക് പറഞ്ഞു, ബുർക്ക ധരിച്ചു വരണം. അങ്ങനെ ബുർക്ക ധരിച്ചു വന്നു. ആ ബുർക്കയോട് കൂടെയാണ്
മഹാനവറുകളുടെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയതും റൂഹ് അവിടുന്ന് പോയതും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള മരണം ഇന്ന് അള്ളാഹു എനിക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹു അങ്ങനെയുള്ള നല്ല മരണം നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു യാത്രയാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയത്. നിങ്ങൾ അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു വരുന്നത്, ആ മഹാനവറുകളുടെ സ്നേഹിക്കുന്ന ആ മഹാനവരുടെ പൊരുത്തം നമുക്ക് എന്നും വേണം. മാത്രമല്ല, മഹാനവറുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞാലും ആത്മീയമായ നിലക്ക് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കാനുള്ള കഴിവ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു. ആ നിലക്ക് നമ്മളെപ്പോഴും നമ്മളെ നാടുകളിലും മഹല്ലുകളിലും നമ്മുടെ ജീവിതത്തിലും നമ്മളൊക്കെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമ്മളൊക്കെ ഇവിടുന്ന് കണ്ടെത്തണം. വളരെ സ്നേഹത്തോടെ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ ഏതുവരെന്ന് വെച്ചെങ്കിൽ ഒരു സ്ഥാനമോഹം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. നമുക്കൊക്കെ അറിയാം, ഒരു പരിപാടിക്ക് വിളിച്ചാൽ ആ പരിപാടിക്ക് വരുന്ന സമയത്ത് അവിടെ കസാല കാലിയുണ്ടെങ്കിൽ അവിടെ ആരെ കാക്കൂല, എന്നെ ജനങ്ങൾ അവിടെ വരണം, അവിടെ കൈപിടിക്കുന്ന ആള് വരണം, മുത്തുന്ന ആള് വരണം. അവിടെ പറയും കസാല ഉണ്ടല്ലേ അത് മതി, അല്ലേ, കുറുസുണ്ടല്ലേ അത് മതി. ഏതുവരെന്ന് വെച്ചെങ്കിൽ നമുക്കൊക്കെ നമ്മൾ സ്റ്റേജിലിരുത്തി സ്വാഗതം പറയുന്ന ആള് ഗാംഭീര്യമായിട്ട് ഗൗരവത്തിലല്ല ഞങ്ങളെ കറാമത്തല്ല ചെന്നെങ്കിൽ ഞങ്ങൾക്ക് പൊന്തിക്കൊണ്ടിരിക്കല്, ഞങ്ങൾ പൊന്തിരമേ മേൽമേൽ, അല്ലേ, ഞങ്ങൾ മേൽമേൽ പൊന്തിരമേ. പക്ഷെ മഹാനായ കൂറത്തങ്ങൾ അങ്ങനെയല്ല. ഇല്ലാത്തത് പറഞ്ഞെങ്കിലേ ഉടനെ തന്നെ കൂറത്തങ്ങൾ അത് പറയും. നമുക്ക് ഇല്ലാത്തതും പറഞ്ഞെങ്കിൽ അത് കറാമത്താണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ മനസ്സിലല്ല വലിയ പുഞ്ചിരി ഉണ്ടാവും. ഉദാഹരണത്തിന് പറയാം, ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ പറ്റി കറാമത്തിന്റെ കൂട്ടത്തിൽ ആ സമയത്ത് ഒരു പ്രചരണം ഉണ്ടായി. എന്തറിയോ? ബസലാറ് തിന്നു തീരാട്ട്. എന്തിരെ നിങ്ങൾ കൊന്തുണ്ടാ കൊന്തില്ല, നക്ക് കൊന്തുണ്ട്. എന്തിരെ 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 കാരണം കൊന്തില്ല, ബസല എന്തിനുണ്ട്? കൂറത്തങ്ങ ചെന്നൂറ് ബസല തിന്നു തീരാട്ട്. അപ്പൊ ചില പെണ്ണുങ്ങളെ ബസല നിപ്പാട്ടിയാറ് തിന്നരുത്, തങ്ങ ചെന്നൂരല്ലേ ബസല തിന്നു തീരാട്ട്. ഒരു ദിവസവും ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ എന്നോട് പറഞ്ഞ്, അല്ലാ ഞാൻ എന്ത് ചെയ്യണം, എന്തിന് ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെയുള്ള വാക്ക് പറഞ്ഞിട്ടേയില്ല, ഞാൻ അങ്ങനെയുള്ള വാക്ക് പറഞ്ഞിട്ടേയില്ല. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിൽ വന്ന കുട്ടിയാണല്ലോ, അത് അങ്ങനെ തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ മകൻ വഫാത്തായ സമയത്ത് സൂര്യഗ്രഹണം പിടിച്ച സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ചില വ്യക്തികൾ പറയാൻ തുടങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകൻ മരിച്ചതിന്റെ കാരണം കൊണ്ടായിരിക്കും സൂര്യഗ്രഹണം പിടിച്ചത്. നമ്മളെങ്ങനെ ഇങ്ങനെ കൊസയിലിരിക്കട്ടി, അല്ലേ? അതൊരു സ്ഥാനം ബഹുമാനം കൂടുതലാവലല്ലേ, ഇല്ലാത്തത് പറഞ്ഞെങ്കിലും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രസംഗിച്ചു, എന്റെ മകന്റെ മരണത്തിന്റെ പേരിലോ ഒരാളുടെ ഹയാത്തിന്റെ പേരിൽ സൂര്യഗ്രഹണം പിടിച്ചതല്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. അതേ ഒരു സ്വഭാവമാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇല്ലാത്തതാരെങ്കിലും പറഞ്ഞാൽ, ഉണ്ടാക്കി പറഞ്ഞാൽ അതിനത് അപ്പോൾ തന്നെ നിഷേധിക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് സ്വന്തം പൊകല, സ്വന്തം ഉയർന്നു നിൽക്കുക എന്നുള്ള ഒരു ചിന്തയില്ലാത്ത ഒരു വ്യക്തി, അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന് വേണ്ടി താൻ ജീവിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്നു. ഇനി എന്തെങ്കിലും തങ്ങൾക്ക് വിഷമമാകുന്ന എന്തെങ്കിലും ഒരു നാട്ടില അല്ല ഏതെങ്കിലും ഒരു മഹല്ലിൽ ഉണ്ടായാൽ തങ്ങള് സാപ്പം വെക്കുന്ന കുറെ ആൾക്കാർ പറയാനുണ്ട്. തങ്ങൾ അങ്ങനെ സാപ്പം വെച്ചു, ഇങ്ങനെ സാപ്പം വെച്ചു. തങ്ങൾ അങ്ങനൊന്നും സാപ്പം വെക്കലില്ല. തങ്ങളെ വാക്ക് ഇന്നും നിങ്ങൾ പല റെക്കോർഡിലൊക്കെ കേട്ടിട്ടുണ്ടാവും. തങ്ങൾ പറയുന്ന ദീനിനോട് കളിക്കണ്ട, ദീനിനോട് കളിച്ചാൽ അള്ളാഹിനോട് കളിച്ചതുപോലെയാണ്. എന്നോട് കളിച്ചതെന്ന് ഒരു സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് നിങ്ങൾ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ദീനിനോട് നിങ്ങൾ കളിക്കണ്ട, ദീനിനോട് കളിച്ചാൽ അത് അള്ളാഹുവിനോട് കളിച്ചതുപോലെയാണ്, അള്ളാഹു അതിന് പകരം തരും. ഇങ്ങനെയുള്ള വാക്കല്ലാതെ ചിലപ്പോ ചില വ്യക്തികൾക്ക് അനുഭവിച്ചു, ചില വ്യക്തികൾക്ക് അത് പാഠം പഠിച്ചു.
ചില വ്യക്തികൾ അങ്ങനെ അനുഭവിക്കേണ്ട വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, തങ്ങൾ ഒരു വ്യക്തിനെ വേദനിപ്പിക്കുന്ന, നൊമ്പലം ചെയ്യുന്ന ഒരു ശാപം തങ്ങൾ പറഞ്ഞില്ല. എത്ര മഹലിൽ ജനറൽ ബോഡിയായി നടന്നു ആ നാട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തങ്ങൾ സ്വന്തം വായി കൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, നന്മ കൊടുക്കട്ടെ. നമ്മളെ മുഅ്മിനീങ്ങളല്ലേ, നമ്മളെ നാട്ടുകാരല്ലേ, നമ്മളെ ജമാഅത്തുകാരല്ലേ എന്ന് പറഞ്ഞത് ഒരു തവണമല്ല 100 തവണ എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടവനാണ്. അങ്ങനെ ഒരാളെയും വേദനിപ്പിക്കാതെ തവാളുവിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് മഹാനായ കൂറത്തങ്ങള്. ഏതുവരെ തവാളു എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കൂറത്ത് പോയാൽ പള്ളിന്റെ മുമ്പിൽ ഒരു സ്റ്റേജ് ഉണ്ട്, അല്ലെ? എല്ലാരും കണ്ടവരാ. അപ്പൊ അതിൽ പണ്ട് കാലത്തൊക്കെ വലിയ വലിയ പരിപാടിയൊക്കെ നടന്നിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോ ഞാൻ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളോട് ചോദിച്ചു, തങ്ങളെ, നമുക്ക് പരിപാടി ഒരു ഗ്രൗണ്ടിലേക്കാ അല്ല മറ്റു സ്ഥലത്തേക്കൊന്ന് മാറ്റിയാല് ജനങ്ങൾക്ക് ഇരിക്കാനും കേൾക്കാനൊക്കെ വലിയ സൗകര്യമുണ്ടാവുമല്ലോ, ഈടെ തന്നെ എന്തിനാണ് ഉണ്ടാക്കിയത്? നമുക്കിതെല്ലാം എപ്പോ ഓർമ്മയുണ്ട്, ഇതെല്ലാം നമുക്കെപ്പോ ചിന്തിക്കാനും സമയമുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ എന്നോട് പറഞ്ഞത്, ആ സ്റ്റേജ് ഉണ്ടല്ലോ, അത് മഹാന്മാരായ ശംസുൽ ഉലമ, താജുൽ ഉലമ, വലിയ വലിയ മഹാന്മാരൊക്കെ വന്ന് കയറിയ സ്റ്റേജിയാണ്, സ്ഥലമാണ്. അതിനെ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതാണ് മഹാന്മാരുടെ ഉയർച്ച. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കൂറത്തങ്ങളുടെ അനുസ്മരണം കൊണ്ട് പഠിക്കേണ്ടത് ഇതാണ്. അവിടുത്തെ ജീവിത ചരിത്രമാണ്. ആ മഹാനവർകൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്, ഏത് നിലക്കാണ് നീങ്ങിയത്, എങ്ങനെയാണ് ഇവിടെ നടന്നത്, എങ്ങനെയാണ് ദീനിന് നേതൃത്വം വഹിച്ചത്, ഇതെല്ലാം നമ്മൾ കേട്ട് പഠിച്ചാല് പോരാ. നമ്മുടെ വീടുകളിൽ നമ്മളെ മക്കൾക്ക് കൂറത്തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം, താജുൽ ഉലമാനെ പരിചയപ്പെടുത്തി കൊടുക്കണം, നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടെല്ലാം നമുക്ക് ഹിദായത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ ഖൽബിൽ എന്ത് അഴുക്കുകൾ തമ്മാടികൾ ഉണ്ടെങ്കിൽ എല്ലാം അല്ലാഹു എടുത്തു കളഞ്ഞു. ആ മഹാന്മാരുടെ സ്നേഹം കൊണ്ട് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കൂറത്തങ്ങൾ നമ്മളിൽ നിന്ന് യാത്ര പോവുകയും പോകുന്ന സമയത്ത് നമുക്ക് വലിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നിയന്ത്രണം കൂടി ബഹുമാനപ്പെട്ട കൂറത്തങ്ങളാണ് ഇവിടെ ചെയ്തത് എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് വലിയ ഒരു നേതൃത്വം കൂറത്തങ്ങൾ കാട്ടിപ്പോയി എന്നതിൽ ഒരു സംശയമില്ല. മഹാനായ സുൽത്താൻ ഉലമ AP ഉസ്താദ്, അല്ലാഹു തആല ദീർഘ ആയുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രഭാത സമയത്ത് തഹജ്ജുദിന്റെ സമയത്തടക്കം ഞാൻ ദുആരിക്കുന്നത്, അല്ലാഹ് ആ സമയമൊന്ന് പെട്ടെന്ന് നമുക്ക് നീ അടുപ്പിക്കണം. സമയം നമ്മളൊക്കെ ബൈഅത്ത് ചെയ്യുന്ന സമയമുണ്ടല്ലേ, അത് പെട്ടെന്ന് ഒന്ന് നമുക്ക് അടുപ്പിക്കണം, കുറെ ദീർഘിപ്പിക്കണ്ട. കാരണം അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ലല്ലേ. അവിടുന്ന് ബൈഅത്തായി കിട്ടി, നമുക്കൊരു നേതൃത്വം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഇന്ന് ലോകത്തിൽ തന്നെ നമുക്ക് വലിയ ഒരു അഭിമാനമാണ്. സുൽത്താനുൽ ഉലമ നമ്മുടെ നാട്ടിന്റെ ഖാളി, സുൽത്താനുൽ ഉലമ നമ്മുടെ നാട്ടിന്റെ നേതൃത്വം. കാരണം ബഹുമാനപ്പെട്ട വന്യരായ കൂറത്തങ്ങളുടെ ബർക്കത്താണത്, കൂറത്തങ്ങളുടെ കറാമത്താണ്. കാരണം ചില രഹസ്യ വിഷയങ്ങളിൽ, ചില മഹല്ലുകളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കൂറത്തങ്ങള് ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടെ ഖാളിയാകണം, ഞാൻ അവിടെ നിന്ന് ഒഴിവാവാം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ജീവിതകാലത്തിൽ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ്, നേരത്തെ നമ്മളെ ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ്നി ഖൈറൻ മിന്നാ. അല്ലാഹ് നമുക്ക് തന്ന മുസീബത്ത്, നമുക്ക് തന്ന വേദന, നമുക്ക് കൂറത്തങ്ങളെ നഷ്ടപ്പെട്ട ആ സങ്കടം, അതിൽ നമുക്ക് നീ പ്രതിഫലം നൽകണം. വഖ്ലിഫ്നി ഖൈറൻ മിന്നാ, അതിനേക്കാൾ ഖൈറായത് നമുക്ക് നീ ഏൽപ്പിച്ചു തരണം. ആ ദുആയെ നമ്മൾ ദുആരുന്നത് കൊണ്ടും നമ്മളെ മുഅ്മിനീങ്ങളായ ഖൽബിൽ അങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് അല്ലാഹു കാണിച്ചു തന്നത്. മഹാനായ അനസ് ബിൻ മഹാനായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഭർത്താവും, ഒരു അവസരം മഹാനവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞു കൊടുത്ത ദിക്റാണ്, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിന്നാ.
ഈ ഒരു ഹദീസ്, ഈ ഒരു ദിക്റങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹ അവിടുന്ന് സ്വന്തം ഭാര്യയായ ഉമ്മു സലമത്ത് ബീബി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, റസൂൽ എനിക്ക് പഠിപ്പിച്ച ദിക്റാണ്, റസൂൽ എനിക്ക് പഠിപ്പിച്ച ദിക്റാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുക എന്ന് പറയുകയും അങ്ങനെ മുഅ്മിനീങ്ങൾ ആ ഒരു അവസരത്തിലാണ് മഹാനായ ഉമ്മു സലമത്ത് ബീബി റളിയല്ലാഹുവിന്റെ ഭർത്താവ് മരണപ്പെടുകയും ആ മരണ സമയത്ത് രാത്രിയും പകലും മഹാനായ മഹദിയായ ഉമ്മു സലമത്ത് ബീബി റളിയല്ലാഹു അൻഹ ദുആരിക്കുന്നു, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബതി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. മുഅ്മിനീങ്ങളെ, കാരണം സ്വന്തം ഭർത്താവ് മരിക്കുക എന്നുള്ളത് വലിയ മുസീബത്താണ്, ഭർത്താവ് മരിക്കുക എന്നുള്ളത് വലിയ സങ്കടമാണ്. പക്ഷേ ഉമ്മു സലമത്ത് ദുആരുന്നത്, അതിനേക്കാൾ ഖൈറായതിന് നീ എനിക്ക് എത്തിച്ചിട്ട് പകരം തരണം. ഒരു ഭർത്താവ് മരിച്ചെങ്കിൽ, മാപ്പിള മരിച്ചെങ്കിൽ അതിനായിട്ട് ഖൈറായത് കിട്ടതുണ്ടാ? ഒന്നാ രണ്ടാമത് കെട്ടിയോനെ വേണ്ടേ അല്ലേ? രണ്ടാമത് കെട്ടിയോനെ വേണ്ടേ, അല്ലെങ്കിൽ പോണഞ്ച് നാലഞ്ച് മക്കയുന്നതേ വേണ്ടേ? ഫ്രഷ് മാപ്പിള കിട്ടത് ഭാര്യക്കുറോടി ഉണ്ടാ, അല്ലെ വലിയ ഒരാൾ കിട്ടുന്നത് ഭാര്യക്കുറോടി. പക്ഷേ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ ദുആരുന്നത്, എനിക്ക് തന്ന മുസീബത്തിൽ നീ പ്രതിഫലം തരണം, എനിക്ക് ഇതിനേക്കാൾ ഖൈറായത് പകരം തരണം. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മു സലമത്ത് ബീബി റളിയല്ലാഹു അൻഹാനെ ഭാര്യയായി സ്വീകരിക്കുന്നത്. കാരണം റസൂലുള്ളാഹി തങ്ങളെക്കാൾ ഖൈറായത് ലോകത്തില്ല, റസൂലുള്ളാഹി തങ്ങളെക്കാൾ ബഹുമാനമുള്ളത് ലോകത്തില്ല, റസൂലുള്ളാഹി തങ്ങളെക്കാൾ ഉയർന്ന വ്യക്തി ലോകത്തില്ല എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ നമുക്ക് കാട്ടിത്തന്നത് മഹാനായ സുൽത്താനുൽ ഉലമാ, അല്ലാഹു ദീർഘ ആയുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഒരുപാട് കാലം നേതൃത്വം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ചില ആൾക്കൊരു സംശയ, ആയിത്തല്ലേ 90 വർഷ, ഇനി നമുക്ക് ചെമ്മ വർഷം കിട്ടാണ്ട്. ഇതെല്ലാം കപട വിശ്വാസികളാണ്, ഈമാന് പരിപൂർണതയില്ലാത്ത കുറവാണ്. എന്തേ വർഷ ചെമ്മായിത്തല്ലേ, ഇനി ചെമ്മ വർഷം കിട്ടണേ, പിറകൊക്കെ പേരെ കാലിയാക്കണ്ടേ? ഓണ് ഇതേ വിഷയം ഓണ്ടതല്ലേ, ഇത് പലതും ഇങ്ങനെ ചർച്ച ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നായിബ് ഖാദിന്റെ ചർച്ച പിന്നെ കേൾക്കണ്ട. നായിബ് ഖാദി ആവാൻ അർഹതയുള്ള വ്യക്തികൾ ധാരാളം ഉണ്ട്. ഒരുപാട് വ്യക്തികൾ നമ്മളെ താലൂക്കിലുണ്ട്, ഒരുപാട് സയ്യിദന്മാരുണ്ട്, മൽജയ തങ്ങളുണ്ട്, ഗാജൂർ തങ്ങളുണ്ട്, അതുപോലെ തന്നെ കാസിം ഉസ്താദ് ഉണ്ട്, ഐദർ ഉസ്താദ്, അതുപോലെ നമ്മളെ ജില്ലകളിൽ പല മഹാന്മാരുണ്ട്. ടെൻഷൻ ജാഹിലന്മാർക്കാണ്. ടെൻഷൻ ആർക്കറിയോ? അയാളെ ഖാലിയാവണം, ഇയാളെ ഖാലിയാവണം, അയാളെ വെക്കണം, ഇയാളെ എന്ത് ചർച്ചകൾ. പക്ഷെ നമ്മൾ അതിനൊന്നും എടുപ്പാടണ്ട, നമ്മൾ ഒരു ചർച്ചക്കും പോകണ്ട. കാരണം ദീർഘദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുലമാക്ക് ഇവിടെ നായിബ് ഖാദി ആര് വേണം, എങ്ങനെ വേണം ഒക്കെ തീരുമാനം എടുക്കാൻ നമ്മളെ ചർച്ച ഒന്നും ആവശ്യമില്ല. പിന്നെ സാദാത്തങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, സാദാത്തങ്ങൾ നായിബ് ഖാദിയായ ആളല്ലേ, അപ്പൊ രണ്ടാമതൊരു ആഗ്രഹം കൂടി ഉണ്ടാവും. ഞാൻ കൂറത്തങ്ങൾ വഫാത്താവലോടുകൂടെ മഹാനവറുകളുടെ ആ സാന്നിധ്യത്തിൽ തന്നെ അന്ന് തന്നെ തീരുമാനിച്ച് എനിക്ക് അതിനൊരു ആഗ്രഹം വേണ്ട, എനിക്കങ്ങനെയുള്ള ഒരു ആഗ്രഹം എനിക്ക് വേണ്ട. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ തന്നെ ആ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഞാൻ ഏറ്റെടുത്തതും വന്യരായ തങ്ങളെ നമ്മളെ ഖാദിയായി വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി പോയ സമയത്ത് വന്യരായ തങ്ങൾ പറഞ്ഞത്, സാധാ തങ്ങൾ നായിബ് ഖാദിയായിട്ട് ഏറ്റെടുക്കുന്നെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. ആ ഒരു വാക്കിന്റെ മേലിൽ, ആ ഒരു പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് ഏറ്റെടുത്തത്. അത് മാത്രമല്ല, മഹാനായ സുൽത്താനുൽ ഉലമാന്റെ അടുത്ത് ഇന്നലെ പോയ സമയത്ത് അവിടെയും മഹാനായ സുൽത്താനിന്റെ ഉലമാന്റെ മുമ്പിൽ ഞാൻ അവിടെ പ്രഖ്യാപിച്ചു, വലിയ ഒരു പണ്ഡിതനെ ഞാൻ അവിടെ കാണിച്ചു കൊടുത്തു മുഅ്മിനീങ്ങളെ. കാരണം അത് വലിയ ഉത്തരവാദിത്തമാണ്, ചെറിയ പണിയൊന്നുമല്ല. ആദ്യകാലത്ത് മഹാനായ കൂറത്തങ്ങളെങ്കിൽ അവരെ ജീവിതകാലത്ത് സഹകരിക്കാനും നമുക്ക് പെട്ടെന്ന് പോയി പറയാനും ഒക്കെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇനി സുൽത്താനുൽ ഉലമ നമ്മൾ എങ്ങനെ കാണാം? അവിടെ കാണുന്നതും പോകുന്നതൊക്കെ പ്രയാസല്ലേ, വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ. പിന്നെ ജനങ്ങൾ പലതും പറയുന്നുണ്ട്, പക്ഷെ പറയുന്നതിനെ പറ്റി കേട്ടാലില്ല, പറയുന്നവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവും.
അതിനൊക്കെ നമ്മൾ കേൾക്കാൻ പോകണ്ട. നമുക്ക് മഹാനായ സുൽത്താനുലമ കാട്ടിത്തരും, സുൽത്താനുലമ നമുക്ക് കാണിച്ചു തരും. അതിന്റെ പിന്നിൽ നമ്മൾ പോവുക. ആ മഹാനവറുകൾ എന്ത് പറയുന്നു അപ്പടി നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എത്തില്ലേ? ഞങ്ങളെത്തില്ലേ? ഇടയ്ക്കെത്തി 10. ഇതിനാരും പ്രസംഗിക്കാനുണ്ടാ? ഉണ്ടാ? പിന്നെ നിങ്ങളെല്ലാം എന്താക്കുന്നത്? അല്ല, ഞാനിങ്ങനെ പ്രസംഗിച്ച് ഇപ്പൊ സമയം കുറെ ആയി പോവാൻ പേടിയാണ്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് മഹാന്മാരുടെ അംഗീകാരം, ആ മഹാന്മാരുടെ പൊരുത്തം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വേണ്ടത്. മഹാനായ താജുശ്ശേരിയ ഒരവസരം കന്യത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ടൊപ്പി വെച്ച് പോയില്ല. മനസ്സിലാക്കണം, ഉസ്താദ് എപ്പോഴും ടൊപ്പി വെക്കലില്ല, തലകെട്ട് കെട്ടലാണ്. അങ്ങനെ ടൊപ്പി വെച്ച് പോയ സമയത്ത് കന്യത്ത് ഉസ്താദ് ചോദിച്ചില്ല, അല്ല ആലിക്കുഞ്ഞി, നിങ്ങൾ വലിയൊരു മുയിലാറല്ലേ, മുദരിസല്ലേ, നിങ്ങൾ എന്തിനാ ടൊപ്പി വെച്ച് വന്നത്? അപ്പോഴാണ് താജുശ്ശേരി അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് കണ്ടില്ലേ? ഉസ്താദെ, നിങ്ങളെ വായി കൊണ്ട് എന്നെ ആലിമെന്ന് പറയിപ്പിക്കാനാണ് ഇത് പറഞ്ഞു വന്നത്. നിങ്ങളെ വായി കൊണ്ട് ഞാനൊരു മുദരിസാണ്, ആലിമാണെന്ന് പറയിപ്പിക്കാനാണ് ഇത് ഞാൻ ചെയ്തത്. അപ്പൊ മഹാന്മാരെ വായിൽ നമുക്ക് എന്തെങ്കിലും നല്ലത് വന്നെങ്കിൽ അത് നമുക്ക് വലിയ ജീവിതമാണ്. ഞാൻ ഇന്നലെ എ പി ഉസ്താദിനെ കണ്ടതിന് ശേഷം വലിയൊരു സന്തോഷം. എന്ത് സന്തോഷം അറിയോ? എ പി ഉസ്താദ് കല്യാണത്തിന് പോകുമ്പോ അവിടുന്ന് തൊട്ടടുത്ത് പള്ളിയിൽ കല്യാണം നടക്കുന്നത് പോകുമ്പോ നമ്മളെ കാറിലിരുത്തി, എന്നും ഇസ്മായിൽ തങ്ങളെ കാറിൽ നിർത്തി. എന്നിട്ട് എന്റെ കൈ പിടിച്ച് പറഞ്ഞു, സാദാ തങ്ങള് തങ്ങന്മാരെ നേതാവല്ലേ? ഞാൻ നേതാവല്ല, പക്ഷെ ആ വാക്ക് വന്യരായ ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദിന്റെ വായിൽ വരുമ്പോൾ എന്റെ കൽബിൽ വലിയ സന്തോഷമുണ്ടായി. പടച്ചവനെ, ഇതുകൊണ്ടെങ്കിലും അല്ലാഹ് നമ്മളെ നന്നാക്കുമല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുടെ പൊരുത്തത്തിലാണ് ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ നിൽക്കുന്നത്. വന്യരായ കൂറത്തങ്ങൾ കണ്ടില്ലേ? മഹാനായ താജുശ്ശേരിയ വഫാത്തായ സമയത്ത് അല്ലാഹ് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന, എല്ലാ നിലക്കും എന്നെ പരിഗണിച്ചിരുന്ന ബഹുമാനപ്പെട്ട താജുശ്ശേരിയ വഫാത്തായപ്പോൾ എനിക്കാരുമില്ല എന്ന നിലക്ക് സങ്കടപ്പെട്ടു. വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ആ കൂറത്തു പോയി ഞാൻ കൈ പിടിച്ചു കരയാൻ തുടങ്ങി. അപ്പോഴാണ് തങ്ങൾ എന്നോട് ചോദിച്ചു, സാദാ തങ്ങൾ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, എന്നെ എല്ലാം നിലക്കും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന താജുശ്ശേരിയ ഇനിയില്ല, ഇനി എനിക്ക് ആരാണുള്ളത്? അപ്പോഴാണ് വന്യരായ കൂറത്തങ്ങൾ എന്റെ കൈ പിടിച്ചു പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ കൂടെ ഞാനുണ്ട്. ആ വാക്ക് ഞാൻ ഓർക്കുകയാണ്. അത് നിലക്ക് അത് പറഞ്ഞത് മാത്രമല്ല, അതിന്റെ ഫലങ്ങള് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ എനിക്ക് കാണിച്ചു കൂടി തന്നു. എന്റെ വീട്ടില് എന്റെ മകന്റെയും മകളുടെ കല്യാണം നടന്നു. 2 ദിവസമാണ് കല്യാണം. കല്യാണം 2 ദിവസമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ ക്ഷണിച്ചത് എന്റെ മോന്റെ നിക്കാന്റെ സമയത്ത് മാത്രമായിരുന്നു. കൂറത്തങ്ങൾ വന്നത് കണ്ടില്ലേ? മകളെ ആദ്യത്തെ ദിവസം മകളെ നിക്കാന്റെ സമയത്തും, അതുപോലെ തന്നെ പിറ്റേന്ന് ദിവസം മകന്റെ നിക്കാന്റെ സമയത്ത് വന്നു. ഉച്ചവരെ എന്നെ കൂടെ ഇരുന്ന് പരിപാടിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ചെയ്ത് അവിടുന്ന് നമുക്ക് പരിപൂർണം പൊരുത്തം തന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങള്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അൽഹംദുലില്ലാഹ്, നമുക്കിനി ആ മുഖം കാണാനില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടിയ ആ നേതൃത്വം എപ്പോഴും നമ്മൾ സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊന്ന് 17-ാം തീയതി അൽഹംദുലില്ലാഹ് വന്യരായ തങ്ങളുടെ 40-ാമത്തെ ദിവസം വമ്പിച്ച ഒരു പരിപാടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. 10, 15, 20,000 ആൾക്കാർ കൂടുന്ന വലിയ പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് തുർക്കലിക്ക ജമാഅത്തുകാരായ നമുക്ക് എല്ലാവർക്കും അവിടെ പോകണം. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ.
ആ ബർക്കത്ത് നമുക്ക് എടുക്കണം ഇൻഷാ അല്ലാ. അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ്, 10-20 ലക്ഷത്തോളം ചെലവുള്ള പരിപാടികളാണ്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദ്വാരിക്കുക, അതെല്ലാം ഒന്ന് പൂർത്തിയായി നല്ല നിലക്ക് സെറ്റപ്പായി വന്യരായ കൂറത്തങ്ങൾ വിചാരിച്ചതുപോലെ ആ പരിപാടിയൊക്കെ നടത്താൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, എന്റെ വാക്ക് ഞാൻ തങ്ങളെത്തിയല്ലേ എത്തി. ഇൻഷാ അല്ലാ തങ്ങൾ നമ്മളെ സദസ്സിലേക്ക് വരും, അല്പസമയം സംസാരിക്കും, നമുക്ക് പിന്നെ ദിക്റും ഇൻഷാ അല്ലാ ദുആയൊക്കെ നടത്തി നമുക്ക് പിരിയാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, മഹാനായ വന്യരായ ആ സയ്യിദ് അവർക്ക് ദറജ നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ബർക്കത്ത്